ജസ്റ്റ് ഇത് നമ്മുടെ ഫോക്കസ് മോഡാണ്. ഡെയിലി 1 അവർ കിട്ടുന്നത്. അപ്പൊ ഇന്ന് 26-ാം തീയതി തന്നെ നമ്മള് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ 26-ാം തീയതി ഇന്നത്തെ മാർക്കറ്റിന്റെ നമ്മൾക്ക് ഉണ്ടായിരുന്ന വ്യൂ എന്താണ്, ഇന്നത്തെ നമ്മുടെ ട്രേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നാളേക്കുള്ള മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്, പിന്നെ ഇന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് പഠിച്ചതെന്നുള്ളത്. ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മളുടെ ഇതറിയാം, മന്ത്ലി ടൈം ഫ്രെയിമിൽ ഇവിടെ എന്തുണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു റിയാക്ഷൻ കിട്ടുന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഇവിടുത്തെ റിയാക്ഷൻ സെൻട്രീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 11:30 ഉറക്കം വരും. ഓക്കെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സോറി ഓർഡർ എക്സിക്യൂഷൻ അല്ല, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു MMSS ഉണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ട്. അഗൈൻ മാർക്കറ്റ് തിരിച്ച് കയറി ഏകദേശം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ അവിടെ നിന്ന് റിവേഴ്സ് വന്ന് താഴോട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നത്. 1 വീക്കിൽ, 1 ഡെയിലി ടൈം ഫ്രെയിമില് നമ്മളിപ്പോ നോർമലി ICT എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാം SMC തന്നെയാണ്. നമുക്കിത് എൻഡ് ഓഫ് ദി ഡേ നമ്മളതിൽ വർക്ക് ചെയ്യുന്നത്. സോ SMCയിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതെന്താണ്, ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഓർഡേഴ്സ് എടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന് മുന്നുള്ള എല്ലാ റേഞ്ചും മിറ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെയാണ് ഓർഡർ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇൻഡ്യൂസ്മെന്റ് മാച്ച് മാർക്കറ്റ് പോകുന്നുള്ളതാണ് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, വ്യൂ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അത് റിലേറ്റ് ചെയ്ത് നമ്മൾ എൻട്രീസ് ഒക്കെ എടുത്തിട്ട് ഉണ്ടായിരുന്നു. ഇനി 4 4 അവർ നോക്കുമ്പോൾ നമുക്ക് ആസ് പെർ SMC പ്രകാരം ഒരു അപ് സൈഡിലോട്ടുള്ള അപ് ട്രെൻഡ് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഇതിന് താഴെയുള്ള ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് പോയിട്ട് ഓക്കെ. അത് കഴിഞ്ഞിട്ട് അഗൈൻ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡ്യൂസ്മെന്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ടുണ്ട്. ഹൈ പ്രോബബിലി ഈ ഒരു വിക്കിനുള്ള ഡിമാൻഡ് ആയിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, എടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വൺസ് ഇതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഇൻഡ്യൂസ്മെന്റിലോട്ട് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഒരു ആന്റിസിപ്പേഷൻ വരുന്നത്. ഇത് 1 അവറിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കിട്ടുന്നത് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടാവില്ല. എക്സാക്ട്ലി ഈ ഒരു ചെറിയൊരു ഓർഡർ ബ്ലോക്കിലോട്ട് നമുക്ക് ചെയ്യും. നമുക്ക് വൺസ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് റീച്ച് ആകുമ്പോൾ നമുക്ക് എൻട്രീസ് അപ് സൈഡിലോട്ട് പ്ലാൻ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, കറന്റ് ഇതാണ് മാർക്കറ്റിൽ സ്ട്രക്ചർ ഉണ്ടായത്. ഇനി ഇന്നത്തെ മാർക്കറ്റിൽ നമ്മുടെ എക്സ്പെക്ട് ചെയ്തത് എന്നത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് ഇതിന് ശേഷമാണ് മാർക്കറ്റ് ഉള്ളത്. ഇവിടെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ രാവിലെ ഒരു എൻട്രി എടുക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലായിരുന്നു.
സോറി റൈറ്റ് ഇതാണില്ല ഇതാണോ ഓക്കെ. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വരികയും ഇവിടെ നിന്ന് എൻട്രി പ്ലേസ് ചെയ്യുവാനാണ് നമ്മൾ ഇന്ത്യൻ സ്പീഡ് ആയിട്ട് മാർക്കറ്റിൽ കട്ട്സ് വരുന്നത് ഈ റേഞ്ചാണ്. ഓക്കെ. നമ്മള് മാർക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം മാർക്കറ്റ് ഈ റേഞ്ചിൽ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഈ റേഞ്ചിൽ എവിടെയാണ് മാർക്കറ്റ് വരുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടു. ഇവിടെ തന്നെ നമ്മൾ 1 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ 1 മിനിറ്റിൽ കുറച്ച് കണ്ടുപിടുത്തങ്ങൾ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഓൾറെഡി ഹയർ ടൈം ഫ്രെയിമിൽ ഏതെങ്കിലും ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയാൽ അതിനകത്തുള്ള ലോവർ ടൈം ഫ്രെയിമിലെ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എൻട്രീസ് പ്ലേസ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. നല്ല എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ മാർക്കറ്റ് അതുവരെ വന്നില്ല, അതിന് മുന്നേ ഫാൾ ചെയ്തു. അപ്പൊ ഏകദേശം ഇവിടം തൊട്ടേ ഞാൻ മാർക്കറ്റ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്ന് വാച്ച് ചെയ്തിട്ടുള്ളൊരു ഇത് പറഞ്ഞു. ഏത് ടൈമിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റില് വ്യൂ എടുക്കുന്നത് കേട്ടോ. വ്യൂ ഒക്കെ പറയുന്നത് ഏകദേശം ഈ ടൈമിലാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരച്ച് വെച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇന്നൊരു രാവിലെ ആ ടൈമില് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല കേട്ടോ, അത് ഞാൻ പറയാം. നമുക്ക് കിട്ടിയ എൻട്രി സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഇതൊരു ഇൻഡ്യൂസ്മെന്റ് ആയി എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണുന്ന ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കീപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് പോയിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചിട്ടുണ്ട്, അഗൈൻ ഫാൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഓർഡർ എടുത്തത് ഈ ഒരു ഏരിയയിലായിരുന്നു. നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ശരിക്കും നമ്മുടെ എൻട്രി വരേണ്ടത് ഇങ്ങനെയാണെങ്കിലും നമ്മൾ എൻട്രി കൊടുത്തത് കുറച്ച് മേലെ കെട്ടി കൊടുത്തതാണ് സംഭവം. ഇതാണ് നമ്മുടെ എക്സാക്ട് ഇത് വരുന്നത്. സ്റ്റോപ്പ് ലോസ് ശരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് താഴെ വ്യൂവേഴ്സ് ലെവലിലോട്ട്. പക്ഷെ മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മാർക്കറ്റ് വന്ന് താഴെ ബോർഡ് ക്ലോസ് വെച്ചപ്പോ എന്റെ ഒരു വ്യൂ തെറ്റി എന്നുള്ള ഒരു ആന്റിസിപ്പേഷനിൽ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു ലോസിന്, അതായത് ഒരു $14 ലോസിന് സെൽ ഓഫ് ചെയ്തു. സെൽ ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് വില പിന്നെ അഗെയിൻ മാർക്കറ്റ് ഫാൾ ചെയ്ത് വന്നു. ഓക്കെ. അതിനുശേഷം ഞാൻ ഇതൊന്ന് മാർക്കറ്റ് വാച്ച് മാത്രം ചെയ്തിട്ട് എൻട്രീസ് ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. അവിടെ ഒരു ഒന്ന് രണ്ട് എൻട്രീസ് ഞാൻ പറഞ്ഞു. ഇവരുണ്ട് പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റിന് ശേഷം ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടു അവിടെ പീക്ക് ചെയ്ത സമയത്ത് എൻട്രി എടുത്താണെങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് നോക്കിയവർക്ക് ഒന്നും കിട്ടില്ല. അതിന് ശേഷം പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് വന്നു.
അതും ഇതുപോലെ സ്വീപ്പായി എഗെയിൻ ഇതായി മാർക്കറ്റ് എന്ത് ചെയ്തു ഫാൾ ചെയ്തു. ആ ഫാളെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഫാളായിരുന്നു എനിക്ക്. അതിനുശേഷം നമുക്ക് ഇത്രയും മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് കിട്ടി 1 മന്തില്. ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. വൺസ് ഒരിക്കൽ മിറ്റിഗേറ്റ് ചെയ്ത് വ്യൂവേഴ്സ് വെച്ചാലോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്തിട്ടോ പിന്നെ തിരിച്ചു വന്ന് വെച്ചാലും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് സ്ലീപ്പ് ചെയ്താണ്. സോ എനിക്ക് ഇവിടെ നിന്ന് എൻഡ് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോൾ സെൻഡ് ഔട്ട് ചെയ്യും. മനസ്സിലായോ? ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലെ എൻട്രീസ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ വ്യൂ ഉണ്ടായിരുന്നത്. ഉം. ഇനിയിപ്പോ നമുക്ക് നാളത്തെ വ്യൂ പറയുകയാണെങ്കിൽ 15 മിനിറ്റ് വെക്കാം. എക്സാക്ട്ലി സെയിം. ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് അഗൈൻ ഫാൾ ചെയ്ത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ വന്ന് ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ആണ്. അതർവൈസ് എനിക്കിപ്പോ കറന്റ് വേറെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. സമയം ഏകദേശമായി, ഞാൻ പോയി കിടക്കട്ടെ. ബൈ, സീ യു.